ഈ ഒരു മോര് കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. ധാരാളം ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാൻ. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒരു കൊച്ചുള്ളിയും കൂടി ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഇതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴറ്റി പോകണ്ട, ആ ഒരു പച്ചമണമൊക്കെ മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം നന്നായിട്ട് ചൂടാവാൻ പാടുള്ളൂ. ഇതൊരുപാട് തിളച്ച് പോകാൻ പാടില്ല മോര്. അങ്ങനെ തിളയ്ക്കുകയാണെങ്കിൽ പിരിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് പിരിയാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക വേണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. ഇത് മാത്രം മതി, വേറെ കറികളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്